എല്ലാ തവണയും ആറ്റുകാൽ പൊങ്കാല തൂക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ചിപ്പി. പക്ഷെ ഈ തവണ ചിപ്പി ചേച്ചിയെ കടത്തി വെട്ടി വേറൊരാള് മുന്നിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉദ്ഘാടനം സൂപ്പർ സ്റ്റാർ അന്ന രാജ്. കൊള്ളാം. ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് എന്തുവാ ഇവിടെ നടക്കുന്നതെന്ന്. സീരിയസ്ലി ഇത് പൊങ്കാലയ്ക്ക് തന്നെ ആണോ പോയത്? ഇതിപ്പോ എന്റെ റീല് മൊത്തം ഇത് തന്നെ വരുന്നത്, ഈ സാധനം തന്നെ റീലായിട്ട് മൊത്തം വരുന്നത്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും. ചേച്ചി പൊങ്കാല എടുക്കാൻ തന്നെ ആണോ അങ്ങോട്ട് പോയത്, അതോ ഇനി ഉദ്ഘാടനത്തിന്റെ ആ ഒരു മൂഡ് പിടിച്ച് അങ്ങ് പോയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ആദ്യമായിട്ടാണ് ചേച്ചി പൊങ്കാലയ്ക്ക് വരുന്നതെന്നാണ് പറയുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, അവന്മാർക്ക് പൊങ്കാല അടുപ്പ് വേറെ കത്തിക്കുന്നത് ഇതൊന്നും വേണ്ട. അവന്മാർക്ക് വേണ്ട സാധനം അതും പറയുന്നില്ല. ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഞാൻ നോക്കട്ടെ. ഇതൊരു പുണ്യപ്രവൃത്തിയാണ്, ഞാൻ പൊങ്കാലിടാനാണ് വരുന്നത്, ഞാൻ കുനിയുമ്പോ അത് കാണും ഇത് കാണുമെന്ന് ഈ ക്യാമറയായിട്ട് മുന്നിൽ നിൽക്കുമ്പോ എവർക്ക് ഓർമ്മയിരിക്കണം. ക്യാമറയുടെ സൂം നോക്കിക്കോണേ. ഇപ്പൊ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സൂം ഉണ്ട്. കണ്ടു സൂം. നീലേ ഉണ്ടോ? നീലക്കറിയാം. എനിക്ക് തോന്നുന്നു ഇവരും അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാ പിടിച്ചോ, ഞാൻ ഏത് രീതിയിൽ വേണമെങ്കിൽ നിന്ന് തരാം എന്നും പറഞ്ഞിട്ട്. അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആറ്റുകാല അമ്മയെ കാണാനല്ല, ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് പൊങ്കാല എടുക്കാൻ വന്നവരവരുണ്ട്. കേട്ടോ, ചേച്ചിനെയാ ഞങ്ങൾ കാണാൻ. ആറ്റുകാല അമ്മയൊക്കെ സെക്കൻഡറി, ഇങ്ങോട്ട് മാറിയേക്ക്. വേറെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഓൺലൈൻ മീഡിയാസിനെ കണ്ടപ്പോഴേ നിവേദിതയുടെ അമ്മ വന്നിട്ട് മോളെ ഒരു തോർത്തം കിട്ടോ, ലവ്മാര് വരുന്നുണ്ട്. അയ്യോ എന്റെ ദൈവം, വളരെ മറ്റേ അടുപ്പിനകത്തോട്ട് അരി ഇടാൻ പോവാണ്. തോർത്തെടുത്ത് അമ്മ കണ്ടപ്പോഴേ തോർത്തെടുത്ത് അങ്ങ് വിരിച്ച്. അവന്മാര് വരുന്നുണ്ട്, തോർത്തിട്ടോ എന്നും പറഞ്ഞിട്ട്. നീലയാണോ? ആ നീലയെ കണ്ടപ്പോഴേ തോർത്ത് വിരിച്ച്. ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.